അയ്യോ ഒന്നും ചെയ്യല്ലേ, ഇതെന്റെ കൊച്ചുമോളാ. കൊച്ചുമോൾ എന്നോട് പേത്തി പിങ്കി ചെയ്യലാമാ. എന്ത് ചെയ്യാനാ, ഇങ്ങനെ ആയി പോയി. സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു സന്തതി. ഹെൽമെറ്റും ജാക്കറ്റും ഇട്ട് നീ ആര്, ജെയിംസ് ബോണ്ടോ? നാട്ടുകാർ ഇപ്പൊ തല്ലിക്കൊന്നാനെ. പിന്നെ ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ മുത്തശ്ശന്റെ കയ്യിലില്ല. എന്നിട്ട് രാവിലെ തന്നെ പൂർത്തി വെച്ചത് മാന്തിയെടുക്കാൻ വന്നേക്കുന്നു. 200 രൂപയോ? ഇതാണ് ATM വന്ന് ഇത്ര മെനക്കെട്ടെടുത്തത്. കഷ്ടം. ചുമ്മാ അതല്ല, നാട്ടുകാര് പിശുക്കം പിള്ളാന്ന് വിളിക്കുന്നത്. സിവിലിയൻ കോളനിയിലെ പിള്ളേരെ കൂടെ കൂടി എല്ലാ തെമ്മാടിത്തരങ്ങളും പഠിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു വിത്ത് എന്റെ മോന്റെ രക്തത്തെ തന്നെ പിറന്നൂല്ലോ. 50 പൈസ എവിടെ? ഈശ്വര, അയ്യോ എന്റെ മാല. ഹലോ, ആ എവിടെടാ? ഞാൻ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട്, നീ പുറത്തേക്ക് വാ. ആ എന്തായി, സംഗതി സക്സസ് അല്ലേ? മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് 200 രൂപയെ കിട്ടിയുള്ളൂ. വീടിന് തീ പിടിക്കുമ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിക്കുന്നതിനോ നിന്റെ മുത്തച്ഛൻ. ഇനി എന്ത് ചെയ്യും? സംഗതിയുടെ സീരിയസ്നെസ് അറിയാലോ. വേറെ നോപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഫാൻസി ഡ്രസ് പാടായില്ല. ചുമ്മാ അല്ല നിന്നെല്ലാരും പങ്കെന്ന് വിളിക്കുന്നത്. പോടാ ഡാഷേ, ഇനി വീട്ടിൽ ചെന്ന പണ്ടത്തിന് പകരം മുത്തശ്ശൻ എന്റെ കുടൽ പണ്ട് എടുക്കും. അതുറപ്പല്ലേ? പോടാ. എന്നാ പിടിച്ചേ, അപ്പൊ നമുക്ക് സ്പോട്ടിൽ വെച്ച് കാണാം. ഓക്കേ? ഇതിലൊതുങ്ങൂ. ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ? അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, സ്വഹ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക് സ്വഹ, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്, അല്ലെങ്കിൽ ആങ്കിളി അക്കരേക്ക്. എന്റെ പെങ്ങൾക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തൊലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ. പാവം, ഒന്നും കഴിച്ചു കാണില്ല. അനുഭവിക്കട്ടെ. ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മട്ടനാക്കി മാറ്റിയത്. ഒബാമ ഇപ്പൊ ഇങ്ങെത്തും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഓട്ടോയുടെ ശബ്ദം കേട്ടില്ലേ? മോൾക്ക് സ്കൂളിൽ പോണ്ടേ? ഇങ്ങനെ മടിച്ചായാലോ? ഇക്കൊല്ലം കൂടി കഴിഞ്ഞ അടുത്തത് 10ാം ക്ലാസ്സിലാ. മിടുക്കിയാണോ? അയ്യോ മോളെ, എന്താ ഇത്? സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചാർജ് ചെയ്തില്ലേ? കണ്ടില്ലേ, എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പൂവാലം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് അവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും.